ഈ രാത്രിയിൽ വായിച്ച വാക്യം വളരെ പരിചിതമായ വാക്യമാണ്. ഇത് സാധാരണ കൺവെൻഷനുകളിൽ പ്രസംഗിക്കുന്ന ഭാഗമല്ലെന്നറിയാം. പക്ഷെ ഇവിടെ വന്നപ്പോൾ മുഴുവൻ ദൈവമക്കളാണ്. അപ്പൊ അതുകൊണ്ട് ആ നിലയിൽ ഇന്ന് രാത്രി ദൈവത്തിനെ കുറിച്ച് ചിന്തിക്കാതെ ഞാൻ വന്നതിരിക്കുക. ഇവിടെ ഈ പ്രാവശ്യത്തെ സമാപന യോഗമാകുന്ന കൺവെൻഷനിൽ. അപ്പോൾ ആ നിലയിൽ ഇന്ന് രാത്രി കൂടുതലും ദൈവമക്കളായതുകൊണ്ട് ആ നിലയിൽ ഇന്ന് രാത്രി നമുക്ക് തിരുവചനം ധ്യാനിക്കാം. അതിന് അടിസ്ഥാനമായിട്ട് വായിച്ചത് ശമൂവേലിന്റെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 27-28 തിരുവെഴുത്തുകളാണല്ലോ. കൂടെ വായിക്കാൻ ഒരാളോട് വേണം. തന്നെ വായിക്കുമോ? ഇനിയുണ്ട് വാക്കുന്നത്. ദാവീദ് മഹനീമിലെത്തിയപ്പോൾ അമ്മോന്യരുടെ ദെബറിൽ നിന്ന് നാഗാഷിന്റെ മകൻ ശോഭി, ലോഥേബാറിൽ നിന്ന് അമ്മീയലിന്റെ മകനാകുന്ന മാത്യു, രോഗിയിൽ നിന്ന് ഗിലെയാദിനായ പ്രസിദ്ധായി എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടെയുള്ള ജലത്തിന് ഭക്ഷിപ്പാൻ കോതമ്പ്, യവം, മാവ്, മലര്, അമരക്ക, പയറ്, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു. ജനം മരുഭൂമിയിൽ വിശുദ്ധം ദാഹിച്ചിരിക്കുമല്ലോ എന്ന് അവർ പറഞ്ഞു. ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരിക്കൽ കൂടെ ദൈവത്തെ സൂക്ഷിച്ചാട്ടെ. പിള്ളേര് ക്ലാസിക്കൽ പാടുമെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ക്ലാസിക്കലാണോ? എന്നാലും ചില സ്വരമൊക്കെ പാടും. എന്നാലും
ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ കൺവെൻഷന്റെ വിശേഷിച്ച് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കാനം സെന്ററിന്റെ ഈ പ്രാവശ്യത്തെ വാർഷിക കൺവെൻഷന്റെ ഒടുവിലത്തെ രാത്രിയിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട സെക്രട്ടറി, അതിന്റെ ചുമതലപ്പെട്ടവര്, സെക്രട്ടറിയുള്ള കർത്തൃവേലക്കാർ, എല്ലാവർക്കും നന്ദി. ഈ സെക്രട്ടറിയുടെ എല്ലാ ദൈവമക്കൾക്കും നന്ദി. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് വീണ്ടും അപേക്ഷിക്കുന്നു. ഓർപ്പിച്ചതുപോലെ കൂടുതലും ദൈവമക്കളായതുകൊണ്ട് ആ നിലയിൽ ഇന്ന് രാത്രി തിരുവചനത്തിൽ നിന്ന് നമുക്ക് ഓഡിറ്റോറിയത്തിനകത്ത് യോഗവും വന്നതെല്ലാം ദൈവമക്കളായതുകൊണ്ട് ആ നിലയിൽ ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കാം. വെളിയിലാണെങ്കിൽ വേറെ രീതിയിലാണ് പോകുന്നത്. അപ്പൊ ഇന്ന് രാത്രി ഈ വായിച്ചത് ശമൂവേലിന്റെ 2-ാം പുസ്തകം, അതിന്റെ 17-ാം അധ്യായത്തിന്റെ 27-28 തിരുവെഴുത്തുകൾ. അവിടെ ഒന്നുകൂടെ വായിച്ചാൽ അതിന്റെ പ്രാരംഭ ഭാഗം. ദാവീദ് മഹനയീമിൽ എത്തിയപ്പോൾ മതി. ദാവീദ് മഹനയീമിലെത്തി. എത്താനുള്ള കാരണം എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ മഹനയീമിൽ എത്തിയത്? വേദപുസ്തകം പഠിക്കുമ്പോൾ 66 പുസ്തകമാണ് നമുക്കറിയാം. പഴയ നിയമത്തിൽ 39 പുസ്തകവും പുതിയ നിയമത്തിൽ 27 പുസ്തകവും ഏതാണ്ട് 40 എഴുത്തുകാർ 1600 കൊല്ലം കൊണ്ടാണ് ഈ പുസ്തകം എഴുതി തീർത്തത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതില് പഴയ നിയമത്തിലെ 39 പുസ്തകം എഴുതി തീർത്തത് ഏതാണ്ട് 32 പേര് ചേർന്നാണ് ഈ പഴയ നിയമത്തിലെ 39 പുസ്തകം എഴുതി തീർത്തത്. പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ 8 പേര് ചേർന്ന് എഴുതി. അങ്ങനെ 32 8 40 എഴുത്തുകാർ. ഈ പുസ്തകം പഠിക്കുമ്പോൾ പ്രാരംഭത്തിൽ മോശയുടെ പഞ്ചഗ്രന്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സഖ്യ, ആവർത്തനം. അതിനുശേഷമായിട്ട് ചരിത്ര പുസ്തകങ്ങളാണ്. യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിന്റെ പുസ്തകം വരെ ചരിത്ര പുസ്തകങ്ങളാണ്. ഏത് ചരിത്രമെന്ന് ഒന്നുകൂടെ ചകഞ്ഞെടുത്താൽ ഇസ്രായേൽ ചരിത്രങ്ങളാണ്. അപ്പോൾ ആ ചരിത്ര പുസ്തകമാണ് യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിന്റെ പുസ്തകം വരെ. ഇസ്രായേൽ എന്ന ജാതിയുടെ ചരിത്രം ആരംഭിക്കുന്നത് പുസ്തകം പഠിപ്പിക്കുന്ന നിങ്ങൾക്കറിയാം, അബ്രഹാം എന്ന് വ്യക്തിക്കുന്ന മെസൊപ്പൊത്താമിയയിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിന്റെ വിളിയെ പറ്റി പരാമർശിക്കുന്ന ഒരു പദമുണ്ട്, തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ടെന്ന. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ വിളിയുടെ കാര്യമോട് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ അറിയാവുന്ന കാര്യം എനിക്ക് ഓടിച്ചെന്ന് പറയുന്നത് 12 വായിച്ചു, കരികടാന്ന് വായിക്കണം. 12 പെട്ടെന്ന്. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചർച്ചക്കാരെയും വിട്ടു പുറപ്പെട്ട് ഞാൻ തന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. ഇത് എവിടെ വെച്ചാ പറയുന്നത്? പറയട്ടെ മകന്നെ. ആ 11-ാം അധ്യായത്തിന്റെ മുകളിലത്തെ 12-ന്റെ മുകളിൽ 11-ന്റെ ഒടുവിലത്തെ ചില വാക്യം വായിക്കുമ്പോ 27 മുതൽ വായിച്ചു. അബ്രഹാമിന്റെ ചരിത്രം 27 മുതൽ 11-27 മുതൽ വായില്ലേ. അബ്രഹാമിനെ ജനിപ്പിച്ചു, കാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ കാരാൻ തന്നെ ജന്മദേശത്തിന്റെ കൽദീനയുടെ പട്ടണമായി ഊരി വെച്ച് തന്റെ അപ്പനാകുന്ന ദേവന് മുന്നേ മരിച്ചുപോയി. അബ്രഹാമിന്റെ ആഗോറും ഭാര്യമാരെ എടുത്തു. അബ്രഹാമിന്റെ ഭാര്യയ്ക്ക് സാറാ എന്നും ആഗോറിന്റെ ഭാര്യയ്ക്ക് ലുക്ക എന്നും പേര്. ഇവര് ലുക്കയുടെ ഇസ്കര്യപുത്രൻ ഹാരാന്റെ പുത്രിയായിരുന്നു. സാറാ മച്ചിയായിരുന്നു. അമ്മതിലുണ്ടായിരുന്നത്. അബ്രഹാം തന്റെ ദേവന്റെ മകനാകുന്ന അബ്രഹാമിനെയും തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനാകുന്ന അബ്രഹാമിന്റെ ഭാര്യ മരുമകളാകുന്ന സാറായെ കൂട്ടിക്കൊണ്ട് കൽദീനയുടെ ഒരു പട്ടണമായി ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്രയാക്കുവാൻ പുറപ്പെട്ടു. അങ്ങനെ അവർ ഹാരാൻ വരെ വന്നവിടെ പാർത്തു. ദേവന്റെ ആയുഷ്കാലം 205 സംവത്സരം ഹാരാൻ വെച്ച് മരിച്ചു. അപ്പം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് 12-ാം അധ്യായത്തിൽ പറയുക, നീ ദേശത്തും ചാർച്ചക്കാരൻ പിതൃവനത്തെ വിട്ടു പുറപ്പെടാൻ. അപ്പൊ ഇത് ഹാരാന് വന്നപ്പോഴാണ് പറയുന്നത്. ഉൽപ്പത്തി 12-ാം അധ്യായം പഠിക്കുമ്പോൾ ഹാരാന് വന്നപ്പോഴാണ് ദൈവം പറയുന്നത്. എന്നാൽ നിങ്ങൾക്കറിയാം, വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, ഹാരാന് വരുന്നതിന് മുന്നേ ദൈവം ഇടപെട്ടതാണ്. അതാണ് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 1 വായിച്ച സ്തെഫാനോസിന്റെ പ്രഥമ പ്രസംഗത്തിൽ ഇസ്രായേൽ ചരിത്രം പറയുമ്പോൾ സ്തെഫാനോസ് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. വായിച്ച് 7-ാം അധ്യായത്തിന്റെ 1-2. ഇത് ഉള്ളത് തന്നെയെന്ന് മഹാപുരോഹിതൻ ചോദിച്ചു. അവിടെ ഞാൻ അടങ്ങി. എവിടെ പോവാ? ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചു. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിനാണ് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേട്ടുകൊണ്ട് നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുമ്പ് ചിരിക്കുകയാണോ? വായിക്കേ.
ഇകത്തിലുണ്ടോ പറക മന്നനെ ഇകത്തിലുണ്ടോ പറക യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മന്നനെ ഇകത്തിലുണ്ടോ പറക അപ്പച്ചൻ പാടുന്ന സംഭവം ആരും കയറി പിടിക്കത്തുമില്ല. ആവശ്യം മുന്നിൽ പിടിക്കുകയല്ല. അച്ഛൻ അവരെ വായിക്കുന്ന നാളെ പാടും അപ്പച്ചൻ അത് വേറെ അപ്പച്ചനായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ശീലം പാടും. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തു മാത്രമാണ് ഏകദൈവം. യേശുക്രിസ്തു മാത്രമാണ് സത്യദൈവം. എപ്പോഴും പറയുന്ന കാര്യമാണ്, അന്വേഷണം കൂടെ ആണല്ലോ. അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊന്തി വന്ന പുത്തൻ ദൈവമല്ല യേശു. അവിടുന്ന് അനാദിയായും ശാശ്വതമായും ദൈവമാണ്. 90 സങ്കീർത്തനം അടക്കലെന്ന് നടക്കുന്നത് കൊണ്ട് വായി ചുമ്പാട് വരിക എന്നിട്ട് ഉപദേശമാര് തെറ്റിക്കുക. അതെന്തൊക്കെയോ കുടിക്കര നിന്ന് വായിക്കുന്നത് കേട്ടാൽ പണ്ട് ജീസിയോസ് പറഞ്ഞു, ഒരാൾ വായിച്ചു എപ്പസോസിൽ വെച്ച് മൃദംഗ കുത്തൽ കൊണ്ട് പറഞ്ഞത് അവനെ ഞാൻ മുന്നേ വിളിക്കാൻ പറഞ്ഞു. അതോ ഒരു വിളി കുടലിന്റെ നടുവിൽ എഴുതിയ കടലിന്റെ നടുവെന്ന് വായിച്ചു. അത് പറഞ്ഞപ്പോൾ ഇറങ്ങി അരികത്തിൽ പോവുകയും ചെയ്തു. അപ്പൊ ശ്രദ്ധിക്കുക, 90 സങ്കീർത്തനം നമുക്കെല്ലാം മനപ്പാടാണ്. ആ 90 സങ്കീർത്തനത്തിൽ മോശയുടെ പ്രാർത്ഥന എങ്ങനെയാണല്ലോ വായിച്ചോ? 1, 2 തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും ഈ ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിന് മുൻപ് അവിടുന്ന് അനാദിയായി ശ്വാസമായി ഞങ്ങളുടെ ദൈവമാകുന്നു. നിവർത്തനെ ഒടുവിലേക്ക് പഠിപ്പിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്നും നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളും ആരാധിക്കുന്ന ദൈവം പുത്തൻ ദൈവമല്ല, അവിടുന്ന് അനാദിയായും ശ്വാസമായുള്ള ദൈവമാണ്. ഈ കാണുന്ന സകല വിരാജനങ്ങളെ അണ്ടകടാകത്തെ ബ്രഹ്മാണ്ട കോടിനണ്ടത്തെ നിർമ്മിച്ചവനാ ദൈവം. ഉളവായിരുന്നു അവിടത്തേക്കുള്ളതാണ് ഉളവായിരുന്നില്ല, സകലത്തും അവിടുന്ന് ഉളവാക്കി അവിടുന്ന് സൃഷ്ടിച്ചതാ. ആകയാൽ വായിക്കുന്ന വാക്യങ്ങൾ സകലത്തിന്റെ ലാക്കും സകലത്തിന്റെ കാരണമുതലും അവൻ തന്നെ. ഈ ആയുസ്സിൽ ജനിക്കുന്നതിന് ലഭിച്ച ഭാഗ്യമെന്ന് ചോദിച്ചാൽ സത്യദൈവമായ നിത്യദൈവമായ ഏകദൈവമായ യേശുക്രിസ്തുവിനെ ആരാധിക്കുവാനും സേവിപ്പാനും സ്നേഹിപ്പാനും ശുശ്രൂഷിപ്പാനും അനുകരിക്കുവാനും അനുദാനം ചെയ്യുവാനും അംഗീകരിക്കുവാനും ആരാധിക്കുവാനും ഈ ആയുസ് ലഭിച്ച പദവിയോർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. പഞ്ചഭൂത നിർമ്മാണമായി വഞ്ചനയില്ല
അപ്പൊ ശ്രദ്ധിക്കുക, ഈ സത്യദൈവത്തെ ഭജിപ്പാനും സേവിപ്പാനും ഇടയായത് ഏറ്റവും വലിയ ഭാഗ്യം. അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ടെന്ന 7-ന്റെ 1 വായിച്ചത് ഒന്നുകൂടെ വായിച്ചോ മോളെ. 7-ന്റെ 1 ഇത് ഉള്ളത് തന്നെ എന്ന് മഹാപുരോഹിതൻ മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേൾപ്പി. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുമ്പ് മെസൊപ്പൊട്ടേമിയയിലിരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ഒരു കാര്യം പറഞ്ഞേ, ഒത്തിരി ദൈവമൊന്നുമില്ല, ഒറ്റ ദൈവമേ ഉള്ളൂ. അത് സർവത്തെ സൃഷ്ടിച്ചവനാ, സർവത്തിന്റെ മേലെ അധികാരമുള്ളവനാ. അത് ഏക ദൈവമാ, നിത്യദൈവമാ, സാക്ഷാൽ ദൈവമാ, ജീവനുള്ള ദൈവമാ. അബ്രഹാമിന്റെ പ്രത്യക്ഷത അബ്രഹാമിനുണ്ടായി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ആ തിരസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ യോഹന്നാനും അവനെ മനസ്സിലാക്കുന്നവരെ കണ്ടല്ലോ. 1-13 മുതൽ വായിച്ചോ. തിരിഞ്ഞപ്പോൾ ഇതെല്ലാം അറിവുള്ള വാക്യമാണ്, വായിച്ചോ. തിരിഞ്ഞപ്പോൾ 13 7 പെണ്ണിലുടക്കുകയും നിലവിളക്കിടന്നവരിൽ ധരിച്ചു മാറത്ത് പങ്കച്ച് കെട്ടിയവനായ മനുഷ്യനോട് സദസ്യനായവനെ കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്തമഞ്ഞ് പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് മുലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോർക്ക് സദൃശ്യവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിൽ വിരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലങ്കയിൽ തിരിഞ്ഞപ്പോൾ കണ്ട കാഴ്ച ദൈവത്തെ കാണുക. തിരസ്കരിക്കപ്പെട്ട ദൈവം ഒറ്റ തലേ ഉള്ളൂ. അത് മതിയല്ലോ. നല്ല തലയാണെ ഒന്ന് മതി, 2 കൈകൾ അത് മതി, അതിന്റെ ആവശ്യമുള്ളൂ. ആ കൈയുടെ വിശേഷത പുസ്തകം 5-ന്റെ 14 പ്രയോഗമാണ്, അലങ്കാര ഭാഷയാണ്. അവിടുത്തെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളമെന്ന 5-14 വായിച്ചോ. പെട്ടെന്ന് ചെടികളാ ഇത് വായിച്ചു. ഒരുപാട് പേര് തമിഴില്ലാണ്ട് ഓടിച്ചാ പോകും. വളർത്തുന്നത് അവിടെ അല്ല. അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന 2 ലോകം പതിച്ചിരിക്കുന്ന അവിടുത്തെ തൃക്കൈ. അലങ്കാര ഭാഷ 1 ഗോമേതകം 2 സ്വർണം എന്ന് പറഞ്ഞാൽ തൃക്കരത്തിന്റെ വിശേഷത അനുസരിക്കുന്നവർക്ക് അനുഗ്രഹത്തിന്റെ കരമാണ്. ദൈവത്തോടും മണ്ണിനത്തോടും ദൈവിക ശുശ്രൂഷയോടും ദൈവദാസന്മാരോടും എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കാര്യമല്ല. ജീവിക്കുന്ന പരമാർത്ഥതയോടെ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നിൽക്കുന്ന അഭിഷക്തന്മാർക്കെതിരെ, ദൈവവചനത്തിനെതിരെ, ദൈവിക കൂട്ടായ്മയ്ക്കെതിരെ, ആരാധനയ്ക്കെതിരെ നീ ഉടക്കിയാൽ ഇത് ന്യായവതികളുടെ കരമാണ്. ഗോമേതകം ന്യായവതിയെ കാണിക്കുന്നതാണ്. അങ്ങനെ അകരോന്റെ മാർപ്പതക്കത്തിൽ 12 കല്ലുകളിൽ ഒരു കല്ലാണ് ഗോമേതകം. ഇസ്രായേൽ ഗോത്രത്തെ വധിക്കുകയാണല്ലോ. ഓരോ കല്ലും ഓരോ ഗോത്രത്തെ കാണിക്കുന്നതാ. ഗോമേതകം ദാൻ ഗോത്രത്തെ കാണിക്കുന്നതാ. ദാൻ ഗോത്രം ന്യായവതിക്ക് നെടിലായിട്ട് നിൽക്കുക. കാരണം ദാൻ വഴികളിൽ മാറും മാതയിൽ സത്തോ അവൻ കുതികാലിനടിക്ക് പുറത്തിരിക്കുന്ന മറന്ന് ദാനം വീഴും. അപ്പൊ ഇത് ദാനെ കാണിക്കുന്നതാ, ദാൻ ന്യായവതിയെ കാണിക്കുന്നതാ, ഗോമേതക ന്യായവതി. അങ്ങനെയെങ്കിൽ ഇങ്ങനെ പറയുക, അനുസരിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് ഈ കരം അനുഗ്രഹത്തിന്റെ കരമാണ്. ദൈവത്തോടും മരണത്തോടും ശുശ്രൂഷയോടും മനസ്സനുസരിച്ചാൽ ഈ കരം ന്യായവതികളുടെ കരം. ഇന്ന് രാത്രി കൂടപ്പെട്ട ആർക്ക് ന്യായവതികളുടെ കരമാകരുത്. വന്നവർക്ക് കൂടെ വരുന്നത് അനുഗ്രഹത്തിന്റെ കരമാകണം. വന്നവർ പോലെ തിരിച്ചു പോകരുത്. നീ രോഗിയായിട്ട് വന്നെങ്കിൽ ഇന്ന് രാത്രി ഈ കരം വെച്ച് നിന്റെ സൗഖ്യമാക്കണം. ബലഹീനനായി വന്നെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ വിട്ടുപോകുമ്പോൾ ബലത്തോടെ വേണം മടങ്ങിപ്പോകുക. രക്ഷടിച്ച് സന്തോഷത്തെ കുതിപ്പിക്കുന്നതല്ലോ, നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്നതല്ലോ, ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുന്നതല്ലോ, അനുഭവിക്കുന്നതല്ലോ. കയ്യിൽ കെട്ടി വായിക്കാതെ ഇന്ന് രാത്രി ദൈവത്തിന് അടുത്ത കൊടുക്ക്. ദൈവത്തിന് അടുത്ത 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 സത്യം പറഞ്ഞാൽ ഇന്ന് രാത്രി 12 വരെ പ്രസംഗിക്കാനുള്ള മൂച്ചിലാണിക്കുന്നത്. പേടിക്കണ്ട. സ്തോത്രം. നിങ്ങളുടെ സഹകരണങ്ങൾക്ക് ഒത്തിരി നന്ദി. ചില സ്റ്റേജിൽ ചെന്നാൽ എല്ലാവരും തിരകത്തി അന്ന് മെനക്കേടായിട്ടാണ് കുറെ എണ്ണം ഇരിക്കുന്നത്. കൈ പഠിക്കാനോ അങ്ങനെ മെനക്കേടില്ല, സാധ്യതയില്ല. ഇങ്ങനെ തന്നെ പോണം. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ടു. എന്റെ സ്നേഹിത, സുഹൃത്തെ, മാതാവേ, പിതാവേ, ആ സത്യദൈവമായ യേശുവിനെ ആരാധിക്കുന്നതാണ് ഏറ്റവും കൊടുത്തിരിക്കുന്ന പ്രയോഗം നിങ്ങൾക്കെല്ലാം മനപാഠമാ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശ
രക്ഷിച്ചു വളർത്തുന്നു. ദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു. അബ്രഹാമിന് ഈ ദൈവം പ്രത്യക്ഷപ്പെട്ടു. കാലാകാലങ്ങളിൽ ഈ ദൈവത്തെ അറിയുവാൻ രക്ഷിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. ഞാനാണ് അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് രക്ഷിക്കപ്പെട്ടത്. ഇങ്ങനെ നല്ല വരവ്, കളവക്കുടിയൊക്കെ ഉണ്ട്, നെറ്റിയിലും ശരീരത്തിലും ഒക്കെ ഉണ്ട്. കയ്യിൽ പ്രസാദം ഉണ്ടായിരുന്നു. ഇതുപോലൊരു പുത്തരിയുമുണ്ട്. ക്ഷേത്ര ദർശനം നടത്തിയിട്ടുള്ളവർക്ക് നടത്തുന്നവർക്ക് അറിയാം, ഷർട്ട് വന്ന് വിടാനൊക്കത്തില്ല. ഇതുപോലൊരു തിരി ഒരു മുണ്ട് കൊടുത്തിട്ടുണ്ട്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ശരണം വിളിയൊക്കെ കഴിഞ്ഞ് നാമവും ജപിച്ചേച്ച് വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിലായി ഇതുപോലെയുള്ളവല്ല 5-10 പേരേ ഉള്ളൂ. ശാരീരിക ക്ഷീണമുള്ള സമയമാണ്. ദൂരവാദം ശ്രദ്ധിച്ച് ഒടുവിൽ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. വിവരിക്കുന്നില്ല. മുമ്പോട്ട് ചെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവിടെയുള്ള ദൈവദാസന്മാരും ദൈവമക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അഭിഷക്തന്മാരിൽ ചിലര് എന്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു എന്നെ സൗഖ്യമാണ്. ആ യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. നിന്നെ വിടിവിക്കുവാൻ, സൗഖ്യമാക്കുവാൻ, രക്ഷിക്കുവാൻ, നിന്റെ പ്രശ്നങ്ങൾക്ക് നസറായനാകുന്ന യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ദൈവം പ്രത്യക്ഷപ്പെട്ടു. അതെ, ഞാൻ വിവരിക്കുന്നില്ല. ഇങ്ങനെ പോയാൽ ഇന്ന് നാളെ പറഞ്ഞാൽ തീരുകയില്ല. അപ്പോൾ അബ്രഹാമിൽ നിന്ന് യാക്കോബ് 12 പിതാക്കന്മാർ അവരെ മിസ്രൈമിലെത്തി. ഒടുവിൽ മിസ്രൈമിൽ അവരെ 70 പേര് അവർ വന്നു. എണ്ണത്തിൽ ചുരുക്കമാണ്, 4 ചുരുങ്ങിയവർ എണ്ണത്തിൽ കുറവാണ്. പക്ഷെ ദൈവജനത്തെ വർദ്ധിപ്പിച്ചു. അതോടുകൂടി പ്രശ്നമുണ്ടായി. പ്രശ്നകരക്ഷിതമായ അന്തരീക്ഷത്തിൽ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം തമ്പുരാൻ അവരെ വിടുവിച്ചു. ഉദ്ധാരകനായിട്ട് മോശയെ ദൈവം തെരഞ്ഞെടുത്തു. പ്രവചന പുസ്തകത്തിൽ വായിക്കുന്നത് മോശയുടെ കൂടെ അഹരോനും മിരിയാമും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 3 പേർ കൂടെ ചെന്നു. മോശയ്ക്ക് ആ ദൈവപ്രവർത്തികൾ പലതും നടത്തുന്ന മറവോന്റെ ഹൃദയം കഠിനമായി മാനസാന്തരപ്പെടാത്തതുകൊണ്ട് 10ാമത്തെ പാത നമുക്കറിയാം. 10ാമത്തെ പാത സഞ്ചാരപാതയ. അതിന് രക്ഷപ്പെടാൻ ഒറ്റമാടുന്ന കുഞ്ഞാടിന്റെ കാലത്ത് ചോരത്തിലായിരിക്കും. ഈ ഞാട് നസറയനാകുന്ന യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിന് തലര. കുഞ്ഞാടിന്റെ യോഗ്യത 1 വയസ്സ് പ്രായമെന്നത് ഊനമില്ലാത്തതോ അന്നമായിരിക്കണം. അത് ആട്ടിൻകുട്ടിയായിരിക്കണമെന്ന് കോലാടോ ചെമ്മരിയാടോ ആകാം. ഇതിനെ 10ാം തീയതി വേർതിരിക്കണം. 14ാം തീയതി കണ്ടിക്കണം. അതിന്റെ രക്തം കിണ്ണത്തിലെടുത്ത് ഈശോപ്പ് ചെടിയുടെ കെട്ടിടത്തിൽ കിണ്ണത്തിൽ മുക്കി കട്ടളക്കാർ അടിയിൽ കുളവടി പെട്ടി കാല് ചെരുപ്പെട്ട് കയ്യിൽ വടിപിടിച്ച് അരമുറിച്ച് കുഞ്ഞാടിനെ തീയിൽ ചുട്ട് കൈപ്പിടിയിലേക്ക് കൂട്ടിപ്പിടിച്ച് ഉളുപ്പില്ലാത്ത അപ്പവും കൂടെ ചേർത്ത് വരെ ഭുജിക്കണം. അന്ന് രാത്രി ആരും കൂടാരത്തിന് വെളിയിൽ ഇറങ്ങരുത്. അർദ്ധരാത്രികൾ സംഹാരങ്ങളാകാൻ പോവുക. ഈ ചോരത്തല ഇസ്രായേൽ മക്കൾ മാത്രമല്ല, ആരിലാദരിക്കുന്നു അവർക്കെല്ലാം രക്ഷയാണ്. ഇതൊരു കുടുംബക്കാരനോ ഒരു വിഭാഗക്കാർക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതല്ല. നീ ഏത് മതത്തിലോ കുലത്തിലോ കുടുംബത്തിലോ നിറത്തിലോ നിലവാരത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഒരു കുഞ്ഞാടിനെ ഇറക്ക്. നീ ചോരത്തല ആചരിച്ചാൽ നിന്റെ കുടുംബത്തിൽ സംസ്കാരകം കയറത്തില്ല. നിനക്ക് നിന്റെ സന്തതിക്ക് വിടുക. ഞാൻ പ്രസംഗിക്കുമ്പോഴെല്ലാം പറയും, ദൈവത്തിന് ഭാഗത്ത് ഇവരന്ന് രാത്രി ചോരത്തല ആചരിച്ചു. ദൈവം തമ്പുരാൻ ഇവരെ പുറപ്പെടുവിച്ചു മിസ്രയീമിൽ നിന്ന്. മിസ്രയീമിലെ റമസേസിൽ പോകണം. പാട്ടൊക്കെ പാടിയാ പാട്ട് പാടാനുള്ളൊരു സൗകര്യത്തിലല്ല. ദൈവത്തിന് മഹത്വം. സാധാരണ നമ്മൾ ബന്ധുക്കോസുകാരാണെങ്കിൽ അന്ന് ഈ പാട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇത് പാടാനാ സാധ്യത. ജയത്തിൻ കോട്ട് ആ പാട്ട് പാടാനാ സാധാരണ. ഇവര് ഈ പാട്ട് പാടി മിശ്രയിൽ നിന്ന് പോരുക. അങ്ങനെ ഇതിന് പോന്നപ്പോൾ മിശ്രയിലുള്ളവര് ശവോടത്ത് നടത്തുക. ഇവിടുത്തെ പാട്ട് ജഗത്തിൻ കോട്ടം ഉല്ലാസകോട്ടം ഭക്തത്തിൻ കൂടാരത്തിൽ എന്നും പുതുതീരം വായിച്ച സങ്കീർത്തനം 91 ഒരനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല. ഒരു ബാരന് നിന്റെ കൂടാരത്തിൽ തടിപ്പുറത്ത് വെടി പോകാനില്ല. സ്തോത്രം. അപ്പൊ ഈ പാട്ടും പാടി 91 സങ്കീർത്തനം വായിച്ചു. അപ്പൊ അവിടെ ശവോടൊക്കെ വായിച്ചു. 33-ന്റെ 1 മുതൽ വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. സംഖ്യാപുസ്തകം 33-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ട് വേഗത്തിൽ.
മോശയുടെയും അഹരോന്റെയും കൈക്കീഴിൽ ഗണഗണമായി ഇസ്രായേൽ ദേശത്ത് പുറപ്പെട്ട ഇസ്രായേൽ മക്കളുടെ പ്രയാണങ്ങൾ അവര് മോശ കൽപ്പന പ്രകാരം അവരുടെ പ്രയാണത്തിന് പകരം താവളം എഴുതി വെച്ചു. താവളമായി അവർ ചെയ്ത പ്രയാണങ്ങൾ പ്രയാണങ്ങൾ എഴുതി വെച്ച് 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ വാടകമെടുക്കുന്ന വാക്യം വായിക്കാം. 1-ാം മാസം 15-ാം തീയതി റംസേസിൽ നിന്ന് പുറപ്പെട്ട് 1-ാം മാസം 15-ാം തീയതി റംസേസിൽ നിന്ന് പുറപ്പെട്ടു. പെസഹ ആചരിച്ചതിന്റെ പിറ്റേന്നാള എന്ന് പറഞ്ഞാൽ 14-നാണ് പെസഹ. പിന്നെ പെസഹ ആചരിച്ച് ചോരത്തല ആചരിച്ച നീ ചോരത്തല ആചരിച്ച പിന്നെ അവിടെ നിൽക്കരുത്. ചോരത്തല ആചരിച്ചിട്ട് പിന്നെ ചോര എടുത്ത് ഉടഞ്ഞു നിൽക്കുക. അതിനാ മേരി അതിവിടെ നിന്ന് കുറച്ച് പേരെ കൂടെ വളക്കുടിക്കകത്തിരുന്ന് മണത്തിനായി വർത്തി കൊളുത്തിടുന്നു. എവിടെ ഇരുന്നാ വളക്കുടി നമ്മൾ കളിക്കാന് രക്ഷിക്കപ്പെട്ടതാണ്. പിന്നെ രക്ഷിക്കപ്പെട്ടതാണ്. പിന്നെ എം പി മത്തായുടെ കാലത്ത് അദ്ദേഹത്തിന്റെ വല്യപ്പന ഞാൻ പറഞ്ഞതല്ല പറയുന്നത് ഉരവള അല്ലെ കുന്നഞ്ചറ മാർക്കോസ് നമ്മുടെ വല്യപ്പന മുഴുവൻ പുരുക്കാറില്ല. ഞാൻ 2 പേരെന്ന് പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന്റെ മഹത്വം അവരുടെ കാലത്ത് രക്ഷിക്കപ്പെട്ടതാ. ആയിക്കോട്ടെ, ഇപ്പൊ എവിടാ? അവിടെ തന്നെ നിൽക്കുക. ജോലി അതന്നെ. അതിനെ വെച്ച കുറച്ച് പേരും കൂടെ നടക്കുകയല്ലേ. കവി അതുകൊണ്ടാ പറഞ്ഞേ വളക്കുടിക്കകത്തിരുന്ന് മണത്ത് എന്തോ അതാണ്ട് പറഞ്ഞു കൊടുത്തു. എന്തോ പറഞ്ഞു അല്ല എനിക്കറിയാവോ. വളക്കുടിന്റെ സംഭവം ഞാൻ പറയുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ കവി എന്ന് പറയാ വളക്കുടിക്കകത്തിരുന്ന് മണത്തിനായി വർത്തി കൊളുത്തിടുന്നു. എവിടെ ഇരിക്കുന്നേ വളക്കുടി? ചില പറഞ്ഞ അവിടെ നിന്നുകൊണ്ട് കുറെ പേരും കൂടെ നേടാന്ന് നടക്കുക. കാരണം ഇരിക്കുന്ന സ്ഥലം വളക്കുടിയാണ്. വളക്കുടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് പിടികിട്ടും, ചില പണ്ടത്തെ ആൾക്കാർക്ക് പിടികിട്ടും. എന്നെ പറ്റുമനെ സൗണ്ടിന്റെ കേബിൾ തന്നാ. ഇതൊക്കെ അറിയണം എവിടുന്ന ഏറ് വരുന്ന. അപ്പൊ ചുരുക്കി പറഞ്ഞ ഏറെക്കൊണ്ട് ഉൾപ്പാട് വന്നാ ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ എനിക്ക് വിഷയമൊന്നുമല്ല. ദൈവമക്കളെ പ്രാർത്ഥിച്ചല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ വളക്കുടിക്കകത്തിരുന്ന് മണ്ണത്തിനായി വർത്തി കൊളുത്തിടുന്നു. വളക്കുടി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഇന്നത്തെ പോലെ മോഡേണിസം ഒന്നുമില്ല. സെപ്റ്റിക് ടാങ്കും വീടിനകത്തില്ലല്ലോ. അപ്പൊ പുറകിടമുള്ളവര് പുറകിടത്തിന്റെ ഒരു കോണില് ഒരു കുടിയെടുക്കും. അത് വളക്കുടി എന്നാ പറയുന്നത്. 2 പാലത്തടി കുട്ടനാട്ടിലൊക്കെയാണ് കൈത, പുതുത്ത കൈതയാണ് 2 എണ്ണം. ഇവിടെ എനിക്കൊന്ന് മുഴിക്കായിരുന്നു. മുഴിക്കാലെടുക്കുന്ന വീണത് പറ ഞാനൊന്നും മാനിക്കാൻ മുഴിക്കല്ലേ. അതാ ചിലപ്പോൾ ഞങ്ങൾ മുഴിക്കുമൂട്ടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മുരിന്റെ അടിയായിരിക്കും വിടുന്നത്. കുട്ടനാട് സ്ഥലത്താണ് വലിയ കൈതത്തടി. അപ്പൊ ഒരു കുടിയെടുക്കും. ഈ കുടിക്കകത്ത് ദിനചര്യയുടെ ഭാഗമായിട്ട് അതിരാവിലെ അവിടോട്ടാണ് പോകുന്നത്. അമേദ്യം വർദ്ധിച്ച് വിസർജിക്കുന്നത് അവിടോട്ടാണ്. അപ്പോൾ ഉച്ചിഷ്ടങ്ങള് അമേദ്യമൊക്കെ ആ കുടിക്കകത്താ. നല്ല മണമല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരാളെ പറ്റി കവിയുടെ ഭാവനയാ. ഒരുത്തൻ ആ കുടിക്കകത്തിരിക്കുന്നു. വളക്കുടിക്കകത്തിരുന്ന് മണത്തിനായി വർത്തി കൊളുത്തിടുന്നു. ആ കുടിക്കകത്തിരുന്ന് ഒരുത്തൻ തിരി കത്തിക്കുക. ചന്ദനത്തിരി. എന്തിനാ? മണം മാറാനാണ്. എന്റെ വേവിച്ച നീ തിരി കത്തിച്ച് നിന്റെ ഊപ്പാട് വരുന്നതല്ലാതെ നീ സ്തോത്രം കോട്ടയത്തും ആനം പുതുപ്പള്ളിയിലും മണവനാടും ആനം കരുവലയിലും കുമ്പനാടും മുളക്കുടയിലും അങ്ങനെ ഇരിക്കട്ടതാ നല്ലത്. ഇല്ലേ? നിങ്ങളോർത്തത് ഇയാളെന്ന് തന്നു കൊണ്ടുവന്ന എന്റെ വശത്തിനാണ് വരുന്നത്. അല്ല, ഈ പ്രോഗ്രാമായിട്ട് നീ മുളക്കുടയിലും കുമ്പനാടും ഒക്കെ തിരി കത്തിക്കേണ്ടതായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു. അച്ചായനും തോന്നുന്നു. ദൈവം
ഞാൻ ചോരത്തിൽ ആചരിച്ചാൽ പിന്നെ അവിടെ നിൽക്കരുത്. അവരതിന്റെ പിറ്റേന്ന് തന്നെ അവിടുത്തെ സ്ഥലം കാര്യം. അപ്പൊ സ്ഥലം കാര്യമൊക്കെ വായിച്ചെടുത്ത് വായിക്കും. നിങ്ങളതിനെ മറന്നു. മോശയുടെയും അഹരോന്റെയും കൈക്കീഴിൽ ഗണഗണമായി മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കളുടെ പ്രയാണങ്ങളാവിത്. മോശെ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ പ്രയാണ ക്രമത്തിൽ നിന്ന് അവരുടെ താവളങ്ങൾ എഴുതി വെച്ചു. താവളമായി അവർ ചെയ്ത പ്രയാണങ്ങളാവിത്. 1-ാം മാസം 15-ാം തീയതി അവർ എബ്രേസദേശത്ത് നിന്ന് പുറപ്പെട്ട് പെസഹ കഴിഞ്ഞ പെസഹ കഴിഞ്ഞ പിറ്റേന്നാൾ ഇസ്രായേൽ മക്കൾ എല്ലാം മിസ്രയീമിലും കാണുകെ. പെസഹ കഴിഞ്ഞതിന്റെ പിറ്റേന്നാൾ ഇസ്രായേൽ മക്കൾ എല്ലാം മിസ്രയീമിലും കാണുക. ഒളിച്ചും മാത്രമല്ല കേട്ടോ. നീ കോട്ടയത്ത് പോയി ഒളിച്ചും പാത്ത് സ്നാനപ്പെട്ടു, കൊട്ടാരക്കര പോയി പാങ്ങി സ്നാനപ്പെട്ടു, സ്തോത്രം. പുനലൂര് പോയി പാങ്ങി സ്നാനപ്പെട്ടു, ബാംഗ്ലൂർ പഠിക്കാൻ അവിടെ വെച്ച് മുങ്ങി, കൽപ്പിച്ചെടുത്ത് അവിടെ വെച്ച് മുങ്ങി. ഇവിടെ വന്നിട്ട് പിന്നെ നീ എവിടെ പോകുന്നേ? അപ്പൊ നിന്റെ മാനസാന്തരം ശരി മാനസാന്തരമല്ല. എടാ, ശരിക്കും മാനസാന്തരപ്പെട്ടവൻ യേശുവിനെ ഇറങ്ങുന്നവൻ നെഞ്ചും തെറ്റിയും പിരിച്ച് തന്റെ ഇടത്തോട് അവൻ പാമ്പാടിയിൽ നിന്ന് സാക്ഷിക്കണം. എന്റെ യേശുവിനെ രക്ഷിച്ചു, ഞാൻ ദൈവത്തിന്റെ പൈതലാ. എന്നും വരട്ടെ, ഏത് പ്രശ്നവും വരട്ടെ, എന്റെ കർത്താവിനെ ഇട്ടേച്ച് ഞാൻ പുറകോട്ട് പോകത്തില്ല. ധൈര്യത്തോടെ തന്റെ ഇടത്തോട് യേശുവിനെ സാക്ഷിക്കണം. എല്ലാരും അങ്ങനെയാണ് കേൾക്കുന്നത്. എല്ലാരും ഇത് രാവിലെ വീട്ടിൽ പറഞ്ഞു എവിടെ പോകുന്നു വീട്ടുകാർക്ക് അറിയാൻ മേല. പുസ്തകം ഇപ്പം വേണ്ട, ഉപദേശമാർക്ക് പോലും വേണ്ടല്ലോ പുസ്തകം. എന്നെ എമ്പടാമപ്പം കട്ടുപിടിച്ച അമ്പലവാദി മൊത്തം തത്തു വന്നു. ഇപ്പൊ ഔട്ട് ഓഫ് ഫാഷൻ ആയിരിക്കുക. എല്ലാവരും അവിടെ പുറപ്പെട്ടു. വായിച്ചോട്ടെ എന്നുള്ളത് വായിച്ചോട്ടെ. 1-ാം മാസം 15-ാം തീയതി അവർ എബ്രേസദേശത്ത് നിന്ന് പുറപ്പെട്ട് പെസഹ കഴിഞ്ഞ പിറ്റേന്നാൾ ഇസ്രായേൽ മക്കൾ എല്ലാം മിസ്രയീമിൽ കാണുകെ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. യുദ്ധസന്നദ്ധരായിട്ടൊക്കെ പുറപ്പെട്ടു. യുദ്ധമൊന്നും അറിയത്തില്ലെങ്കിലും വെച്ചുകെട്ടൊക്കെ നല്ലതാ. ആ ഇരിപ്പൊക്കെ കണ്ട ഇപ്പൊ ആരാധിക്കുമല്ല. ഉമ്മായിരിക്കുക യുദ്ധസന്നദ്ധരായി വാളും വലിയ ആ നിപ്പും കെടുപ്പും കണ്ട ഇപ്പൊ കയറി കീച്ചു വന്ന് പറഞ്ഞ ഞാൻ രാജനെ കാക്കുള്ള മിസ്രയീമിലോ യഹോവ തങ്ങളുടെ ഇടയിൽ സംഹരിച്ച കടിഞ്ഞൂലുകളെല്ലാം കുഴിച്ചെടുത്തു. നടത്തില്ല. ഇസ്രായേൽ മക്കൾ ജഗത്തിന്റെ പാട്ട് പാടി, എന്റെ ഭാഷയാ, ജഗത്തിന്റെ പാട്ട് പാടി 91 സങ്കീർത്തനം ഉരുവിട്ടേ. ഒരടക്കം നിനക്ക് ഭവിക്കത്തിനൊരു ബാധകം നിന്റെ കൂടാരത്തിൽ അടിക്കത്തിൽ എന്നൊക്കെ വാക്യങ്ങൾ അങ്ങോട്ട് വായിച്ച അത്യുന്നതന്റെ മറവിലും സർവശക്തനും നിലനിൽപ്പ് ആർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ചവന്റെ സങ്കേതവും എന്റെ ആ സ്തോത്രം ബലവുമാണെന്നൊക്കെ പറഞ്ഞ് അവൻ സ്തോത്രം അവനെ സങ്കീർത്തനം പാടി 91 പാടി തന്റെ ഇടത്തോടെ പാട്ട് പാടി വരുമ്പോൾ അപ്പുറത്തെ അർത്ഥങ്ങൾ തന്നെ അവിടെ വേറെ പാട്ടാ. അവിടെ ഒരു പാട്ടാണ്. അവിടെ പാടുന്ന പാട്ട് ഞാൻ പാടാം. മരണം വരുമരുന്ന ഓർക്കുക മർത്യാനി കൂടെ പോരും ജീവിത ചെയ്തികളും സൽക്കർമ്മങ്ങൾ എഴുതി പാടാതാണ്. സങ്കീർത്തനം ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായിരുന്നു നീ ഭൂമിയായി മൂടരുത്. നിർബന്ധത്തിന് മുൻപേ നീ അനാദിയായി ഞങ്ങളുടെ ദൈവമാകുന്നു. മരണം ഓർക്കുക മർത്യ. എന്തായാലും നാട്ടവിടെ മറ്റവര് പോകാം. കോട്ടം ഉല്ലാസ കോട്ട പദ്ധതി കൂടാരത്തിൽ എന്നും പുതുഗീതം മകത്വരാജനായി ജലനിധീതനായി അവനം താനവർക്ക് തോന്നിൽ മകത്വരാജനായി. അതേ സമയത്ത് നടന്നില്ല ദൈവത്തിന് മഹത്വം. ചുരുക്കി പറഞ്ഞാൽ ഇവർ മിസ്രയീമിൽ പുറപ്പെട്ട് മരുഭൂമിയിലേക്ക് പ്രയാണം ചെയ്തു കയറി. പിന്നാലെ വന്ന വൈദ്യുതിയെ ദൈവം തകർത്ത് കളഞ്ഞ മരുഭൂമിയിൽ നിന്ന് ഇവര് മരുഭൂമിയിലേക്ക് പ്രയാണം ചെയ്തു. ആ ഫറവോന്റെ രഥങ്ങളെ സൈന്യത്തെ അവൻ ചെങ്കടലിൽ മുക്കി.
ദൈവത്തിന് മഹത്വം. ഞാൻ ചരിത്രം പറഞ്ഞു വരുന്നത് സന്തോഷമുള്ളത് കൊണ്ടാണ്. പിന്നെ പറവാൻ അവൻ പിടിക്കുമെന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ തന്റെ കുമ്പുറാവിനെ ദൈവം ഉത്തമൃഗത്തിൽ ഏൽപ്പിക്കുമോ? യഹോവ പറയാ, ഞാൻ പിടിക്കുമെന്ന്. ആരെ പിടിക്കുമെന്ന്? നീ പിടിക്കും. മോള് വായിക്കും 15:9 പിടിച്ച കാര്യം. ഞാൻ പിന്തുടരും, പിടിക്കും. പിന്നെ നീ കടിക്കും. അടുത്ത കൊള്ളവനും എന്റെ ആശ വരാൻ പൂർത്തിയാകും. ഒത്തിരി ആശയുണ്ട്. നീ ചിന്തിക്കുന്നുണ്ട് ഈ നാടകത്തെ തകർക്കാൻ നടക്കുക. ഇത് തീക്കകത്ത് കുറിച്ചു വന്നതാണ്. ഞങ്ങളുടെ ആളുകൾ പോരിനെയാണ് ജനീകമൊന്നുമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാണ്. ഈ പെന്തിക്കോസ്തുകാരുടെ ഞാൻ പറയാം, പ്രശ്നം വരുമ്പോ MLA-യുടെ പുറകെ, MP-യുടെ പുറകെ, മെമ്പറിന്റെ പുറകെ ഒന്നും അല്ല പോകേണ്ടത്. നീ ഞാൻ മുടങ്ങാൻ നമ്മളിരിക്കണം. MP-യെ ആദരിക്കണം, MLA ആദരിക്കണം, വാർഡ് മെമ്പറെ ആദരിക്കണം, പഞ്ചായത്ത് പ്രസിഡന്റ് അതൊക്കെ ആദരിക്കണം. ജനപ്രതിനിധികളാ, അവരെയൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയാണ്. പക്ഷെ പ്രശ്നങ്ങൾ വരുമ്പോൾ നീ അവരുടെ പുറകെ അല്ല പോകേണ്ടത്. ഞാനൊരു കാര്യം, പ്രശ്നം വരുമ്പോൾ അവര് നിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറയില്ല. എന്താ പ്രാർത്ഥിക്കാം? ഇതാ പെന്തിക്കോസ്ത് നടക്കുക. കൊടിയും പിടിച്ചോണ്ട് എന്നതില്ല. നീ ഈ കൊടിയും പിടിച്ചോണ്ട് പോയിട്ട് നിനക്ക് ഇതുവരെ വല്ല ഗുണവും വന്നോ? നിനക്ക് ഗുണം വരാനുള്ള മാർഗങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇത് എടുക്കേണ്ടത് പോലെ എടുത്ത, ഇത് കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയ, ഇത് ചെയ്യേണ്ടത് പോലെ ചെയ്ത നിനക്ക് നിന്നെ സന്തതിക്കും അനുഗ്രഹമാണ്. കാരണം സ്വന്തം ഉന്നതനുണ്ട്. അവനിൽ അത്യുന്നതൻ ജാഗരിക്കുന്നുണ്ട്. അവൻ ഇപ്പോഴോ എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജ്ഞാനത്താൽ ഉയരത്തില്ല. ഉപദേശങ്ങളെ പ്രസംഗിച്ചാൽ എന്നെ ഇറങ്ങുന്നില്ല. ദൈവത്തിന് മഹത്വമാണ്. നിന്റെ വ്യവഹാരം നടത്തുന്നവൻ ദൈവമാണ്. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ ദൈവമാണ്. പുസ്തകം വായിക്കുന്നത് വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായിട്ട് ഇറങ്ങി വന്നതാണ്. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമുണ്ടെന്ന്. അങ്ങനെ ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 13 മുതൽ കൊണ്ട് വായിക്കുക. ന്യായാധിപന്മാർ 5:13 മുതൽ യഹോവയുമായുള്ള പാരാത്മാവിന്റെ യുദ്ധത്തിൽ ആരൊക്കെ വന്നെന്നും നിന്നെന്നും യുദ്ധം ചെയ്യുമെന്നുള്ള വിഷയം പറഞ്ഞപ്പോൾ അവിടെ യഹോവയുടെ പ്രാർത്ഥനകത്ത് പരാമർശിക്കുന്ന കാര്യം 5:13 മുതൽ കൊണ്ട് വായിച്ചേ. ചിത്രവും പടച്ചനും എനിക്കായി ഇറങ്ങി വന്നു കൊടുത്തത് വീരന്മാരുടെ മധ്യേ എനിക്കായി ഇറങ്ങി വന്നു. നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമുണ്ട്. നിനക്ക് വേണ്ടി വ്യവഹരിക്കുന്ന ദൈവമുണ്ട്. നിനക്ക് വേണ്ടി പോരാടുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് തീവ്രനായിരിക്കും. ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ കുടുംബത്തിന് ചുറ്റും, നിന്റെ സഭയ്ക്ക് ചുറ്റും, നിന്റെ ആരാധനാലയത്തിന് ചുറ്റും, നിനക്ക് ചുറ്റും ദൈവം ദൈവത്തിന് മരുത്തമടക്ക്, ദൈവത്തിന് മരുത്തമടക്ക്. ഈ രാത്രി നിന്നെ വിടുവിക്കുന്നവൻ. നീ ഇന്ന് രാത്രി ആരാധിക്കുമ്പോൾ നിന്റെ ഭവനത്തിൽ ദൈവം ദൂരം ഇറക്കും. അത് ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇന്ന് രാത്രി നീ ഇവിടുന്ന് സ്തോത്രം ചെയ്യുമ്പോൾ നിനക്ക് തന്നെ ദൈവം ദൂരം ഇറക്കും. ദൈവത്തിന്റെ ഇടപെടൽ 1000 കോടി നിലനിൽക്കുന്ന ദൈവമാണ്. അവൻ ശക്തിയും ബലമായ ദൈവമാണ്. ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവത്തിന്റെ ഭയങ്കര, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ഭയങ്കര, നിനക്ക് വേണ്ടി ദൈവം ദൂരം ഇറക്കും. അനുഭവിച്ചവർ, അനുഭവിക്കുന്നവർ, വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് അനുഗ്രഹിക്കട്ടെ.
കൊടുക്കും. അങ്ങനെ ഒരു വാക്ക് നിന്നാ ഞാൻ ദൈവം മോനെ മറ്റേ പഠിക്കുന്നുണ്ടോ? കാണിച്ചാ മറ്റേ ഞാൻ നടന്നു നോക്കിയെടുത്ത് ചാടാൻ പറ്റില്ല. ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമുണ്ടെന്നാ പറഞ്ഞു. ഈ മധ്യേ എനിക്കായിട്ട് ഇറങ്ങി വന്നെന്ന നിനക്ക് വേണ്ടി ഇവിടെ ഇറങ്ങി വരാൻ എല്ലാവരും കാണുകയാണ്. പക്ഷെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഇവിടെ നിനക്ക് വേണ്ടി പറഞ്ഞു ഇറങ്ങാൻ മടിക്കും, നിനക്ക് ഒത്താശ പറയാൻ മടിക്കും, നിന്നെ സഹായിക്കാൻ മടിക്കും. പക്ഷെ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഓടി അനുഭവിക്കുന്ന ദൈവമക്കൾ ഈ യോഗം ചില കുടുംബങ്ങൾക്ക് വിടുതല, ഈ യോഗം ഈ യോഗം ശുശ്രൂഷകർക്ക് വിടുതല, എന്റെ സ്ഥലത്ത് വിടുതല, ദേശത്തിന് വിടുതല. യോഗത്തിന്റെ വെട്ടിനെ അറിയട്ടെ, നിന്റെ അസ്ഥിക്കകത്ത് രക്തത്തിന് പുതുക്കിയിരിക്കുന്ന യോഗങ്ങളുടെ ശക്തിയെ ഇന്ന് പറഞ്ഞ സമയം തീരാൻ പോവാ. എന്നെ എടുത്തോട്ടെ. ദൈവത്തിന് മഹത്വം. വീരന്മാരുടെ മധ്യേ യഹോവയിൽ നിനക്കായിട്ട് ഇറങ്ങി വരും. ഇവിടുന്ന് ആരാധിച്ചാൽ മതി. ഇറങ്ങേണ്ടടുത്തൊക്കെ ദൈവം ദൂതനെ ഇറങ്ങിപ്പോകും. നീ പട്ടാളത്തെ ഇറങ്ങേണ്ട, പോലീസിനെ ഇറങ്ങേണ്ട, കൂർക്കാനെ ഇറങ്ങേണ്ട. കാശ് കൊടുത്ത് കുണ്ടേനെ ഇറക്കിയിട്ടല്ല യോഗം നടത്തേണ്ടത്. മെഡല് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതോ പത്തല്ല കാശ് കൊടുത്ത് കൂലിക്ക് കുണ്ടേനെ ഇറക്കിയല്ല യോഗം നടത്തേണ്ടത്. പ്രാർത്ഥനയുടെ മുറിക്കകത്തോട്ട് നീ കയറണം. നിന്റെ സെന്ററിൽ കയറണം, സെന്ററിലുള്ള കമ്മിറ്റി കയറണം. അല്ലാതെ ഇവിടുത്തെ പ്രാർത്ഥന നോക്കി ഇങ്ങനെ നിന്നാ പോലെ പ്രാർത്ഥന മുറിലോട്ട് കയറണം. ഏരിയ കൊണ്ട് മുടങ്ങാതെ നടക്കുമ്പോൾ ഒരു കുണ്ടാൻ വേണ്ട, ഒരു അൻശേഷനും വേണ്ട. ദൈവം ദൂതനെ അങ്ങോട്ട് ഇറക്കും. അങ്ങനെ പത്രത്തിലാക്കിയ ദൂതനെ ദൈവം ഇറക്കും. ഒരു ദൂതനോട് നിൽക്കാൻ ദൈവം പറഞ്ഞ അങ്ങോട്ട് വരാൻ ഓടി ദൂതന്മാര് നിൽക്കുന്നത്. ഒരു ദൂതനോട് ദൈവം ഇങ്ങോട്ട് വരാൻ. ദൂതൻ ചെന്നപ്പോ തമ്പിനപ്പെട്ടു അശൂർ ഭാരതത്തിലോട്ട് പോകാൻ. ഒരു ദൂതനോട്ട് ഇറങ്ങി 1,85,000 ആളുകൾ വീടുകളിൽ അവരൊത്തിരി കൂട്ടമുണ്ട്. ഇതൊന്നും നമ്മുടെ വിഷയമല്ല. നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങുന്നു. നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങുന്നു. 1,85,000 ഒരു ദൂതൻ അശൂർ ഭാരതത്തിൽ ഇറങ്ങി ദൈവജനത്തിന് വേണ്ടി യുദ്ധം ചെയ്തു. നിന്റെ സമയത്തിന് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. നിന്റെ കുടുംബത്തിന് യുദ്ധം ചെയ്യും. നിനക്ക് വേണ്ടി പോരാടും. നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുക. നീ പോരാടുന്നത് പോകുന്ന ഉടനെ പൊട്ടിക്കണം. മുട്ടയിലിരിക്കണം. മുട്ടയിലിരിക്കണം. മുട്ടയിലിരിക്കാൻ മയ്യല്ലേ. ഇന്ന് പോരാടി പ്രാർത്ഥിക്കണമെന്ന്. അല്ല നീ കാശ് കൊടുത്ത് മുണ്ടനെ ഇറക്കി ഉള്ള കണ്ണം പിടിച്ചവരെല്ലാം കൊണ്ട് ഇവന്റെ ചക്കന്നാ പുക്കന്നാന്നറിയാം. എടാ ദീർഘവർഷങ്ങൾ വേറെ ഉപദേശം വരുമ്പോ മുണ്ടയാക്കാൻ കൂടെ പോയിരിക്കാം. ഞാൻ പറഞ്ഞ കാര്യം വല്ലതും പിടികിട്ടിയോ? വല്ലതും മനസ്സിലായോ?
ഇത് പ്രാർത്ഥിച്ചു തുടങ്ങിയ കൂട്ടായ്മയാണ്. നിനക്ക് വേണ്ടി കുറ്റം ചെയ്യുന്ന ദൈവമുണ്ടെന്ന്. നക്ഷത്രങ്ങൾ വർദ്ധിക്കുന്ന എഴുതിയാക്കുന്നത്. നക്ഷത്രങ്ങൾ വർദ്ധിക്കുന്ന വായിച്ച 6-ാം വാക്യം മുതൽ വായിച്ചോ, 5-ന്റെ 6 മുതൽ വായിച്ചു. അനാഥിപുത്രനാം ശങ്കരനാളിലും വ്യായേം കാലത്തും പാതകൾ ശൂന്യമായി എഴുന്നേൽക്കും വരെ ഇസ്രായേലിൻ മാതാവായി എഴുന്നേൽക്കുന്ന ആളുകളെ നായകന്മാരെ ഇസ്രായേലിൽ കേട്ടിട്ടില്ല. അവർ 3 ദേവന്മാരെ ഭരിച്ചു, ഓപനത്വാരത്തിൽ യുദ്ധം ഭവിച്ചു. ഇസ്രായേലിന്റെ 40,000-ന്റെ മധ്യ പരിചയമില്ല, കുന്തവുമില്ല. കുന്തവെന്നൊക്കെ പറയാൻ കാര്യം പരിചയമില്ല, കുന്തവുമില്ല. പിന്നെ താഴോട്ട് വെടിച്ചു വരുമ്പോ നക്ഷത്രങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അതിന്റെ ഇടത്ത് പക്ഷത്ത് മേളില് 18-ാം വാക്യം വായിച്ചേ. 18 സെബുലൂൻ പ്രാണനെ എടുത്ത് അടുത്ത വാക്യം. രാജാക്കന്മാർ വന്ന് പൊരുതി അടുത്ത വാക്യം. ആകാശം നക്ഷത്രങ്ങൾ ദൂതനിറങ്ങിയെന്ന്. ഒരു പഠിപ്പീര് ദൂതന്മാരുടെ വാസസ്ഥലം നക്ഷത്രമണ്ഡലമാണ്. നക്ഷത്രം പൊരുതിയെന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നവർക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. മലയുടെ മകളിൽ 10,000 പേരെ, നഫ്താലിയുടെ ശെബൂലൂന്റെ 10,000 പേര് ദെബോരയുടെ പ്രവാചകരുടെ പ്രവചനത്താൽ ബലപ്പെട്ട് ബാരാക്കിന്റെ ഹോരയും നഫ്താലിയുടെ ശെബൂലൂന്റെ 10,000 പേര് താബോർ മലയുടെ മുകളിൽ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിയപ്പോൾ ദൈവം ദൂതനെ ഇറക്കി. ഞാൻ ഈ ദൂതൊന്നും പറയാൻ വന്നതല്ല. ഇതൊന്നും പറയാൻ വന്നതല്ല. ദൈവാത്മാവ് ഒരു പ്രത്യേക നിയോഗം എന്നാണ് ഇത് പറയുന്നത്. ദൈവത്തിന് മഹത്വം. ആർക്കോ ഏഴത്തിലോ അവൻ വ്യക്തിഗത ഇന്ന് രാത്രി ദൈവം വിടുതലയിച്ചോണ്ടിരിക്കുക. മനോഭാഗത്തോടെ അതിവേദനയോടെ ഞരങ്ങുന്നത് ഇന്ന് രാത്രി യോഗത്തിൽ വരുന്നുണ്ട്, ഓൺലൈനിലുണ്ട്. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വരുന്ന ഭൂതനെ നക്ഷത്രങ്ങൾ പറഞ്ഞാണ്. അവ സീസണയുമായി സ്വഗതികളിൽ കൊടുക്കും. പിന്നെ പുരോഗമനത്തിൽ ഞാൻ കീശോട് തള്ളി വരെ ഒഴുക്കിക്കൊണ്ട് പോയി ജന്മനെ നീ ബലത്തോടെ നമ്മുടെ അന്ന് വലുതെത്താൽ ശൂര വലുതെത്താൽ കുതിരക്കുളമ്പ് ചട്ടനം ചെയ്യും. കുതിരയുടെ കൂലിയാനെ വെക്കും. തോത്രം ഇവനെ പറ്റി എഴുതിയേക്കുന്ന തൊള്ളാടിയിലെ ഇവരാണ്. ഇവരേതോ ഇല്ല, ഇരിക്കുമില്ല, കുതിരയില്ല, ഒന്നുമില്ല. മുമ്പിലായിട്ടൊന്നും കാണുന്നതായിട്ട് ആളെ കുത്തിയടിച്ച് ജന്മി കയറ്റി സ്തോത്രം. വെള്ളം ചോദിച്ചപ്പോൾ അവിടെ പാല് കൊടുത്തു. പാലും വെള്ളമല്ല, അടിച്ച് മയക്കി വെച്ച് കൂടാരത്തിന്റെ കുത്തിനെ ചെന്നിക്കടിച്ച് തകർത്ത് ദൈവത്തിന് മഹത്വമാണ്. ദൂതൻ ഇറങ്ങിച്ചേണ്ടത് ദൂതനം ചെയ്ത് ആളെ കൊണ്ട് ദൈവം ജനിപ്പിച്ചു. ഒരു കുന്തമില്ല, രഥമില്ല, ഒരു കുന്തപ്പനാട്ടില്ല. ദൈവം ദൈവമക്കളോട് കളിക്കാൻ എന്റെ ഭാഷയാണ്. ഓടി നടക്കൊന്നും പോകും. അതുകൊണ്ട് മനം മര്യാദക്കൊക്കെ പോയാൽ എല്ലാവർക്കും നല്ലതാണ്. എല്ലാവർക്കും ദൈവത്തിന് മഹത്വം. നമ്മൾ വടക്കിന് ഒന്നും സമരം ചെയ്യാനും കർത്താൻ നിന്നും പോകേണ്ട കുത്തി ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. അവർ നശിച്ചു പോകാനല്ല, അവർ മാനസാന്തരപ്പെട്ട് സത്യദൈവത്തെ ഭരിക്കണം. അവർ ഈ മാർഗത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിന് മഹത്വം. നമുക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. അപ്പൊ ഇവര് ഈ പറഞ്ഞു പറയാൻ ഞാൻ പിടിക്കും. ആ വാക്യം വായിച്ചോ, 9-ാം വാക്യം 15-9. ഒന്നും ഞാൻ മറന്നിട്ടില്ല. 15-9. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ളപങ്കിടും. എന്റെ ആശ വരാൻ പൂർത്തിയാകും. ഞാൻ എന്റെ വാൾ ഊരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന ശത്രു ഇങ്ങനെയൊക്കെയാ പറയുന്നത്. പക്ഷെ ഒന്നും നടക്കുകയല്ല. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ പിടിക്കും. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും പിടിക്കും. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും പിടിക്കും. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും പിടിക്കും. Warung
മുൻപിൽ ഇരിക്കുന്നവർ പാടും വലമത് പരിചോടുക ആരും അവനു സകലം പാടും വലമത് പരിചോടുക ഓടുപാടിയോടു കൂടാതെ കടലൂടെ അനിതോടെ കടലൂടെ അനിതോടെ ഞാൻ ഇന്ത്യക്ക് പിന്തുടരുന്നൊക്കെ പറഞ്ഞു വന്ന ഒരൊറ്റത്തിന്റെ കയ്യിൽ ദൈവത്തെ കൊടുത്തില്ല. മുഴുവൻ മുങ്ങിച്ചത്തു. ഇവര് മറകര കയറി. ഞാൻ എടുത്ത ഭാഗത്തേക്ക് വരാൻ ഒക്കത്തില്ലെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോട്ടെ. ദൈവത്തിന് മറന്നു മറകര കയറിയിട്ട് പുറകോട്ട് നോക്കിയപ്പോൾ ഒരെണ്ണത്തിന് കാണലില്ല. മുഴുവൻ ചത്ത് വിണ്ടി ഒടി നടക്കുമ്പോൾ നടക്കില്ല. ഈയം താഴം പോലെ ദൈവം താഴ്ത്തി കിടന്നു. കല്ല് താഴം പോലെ താഴ്ന്നു. ചുരുക്കി പറഞ്ഞാൽ അക്കരെ കയറിയ ദൈവമക്കൾ പുറകോട്ട് നോക്കിയപ്പോൾ ഒന്നിനെയും കാണുന്നില്ല. പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചു. പിന്നെ ഇവര് മരുഭൂമി കൂടെ പ്രയാണം ചെയ്ത് മുമ്പേ ഓർപ്പിച്ചു. നിങ്ങൾക്ക് പറയാം 40 കൊല്ലം കൊണ്ട് 42 മടിച്ച് ഇതിനിടയ്ക്ക് കനാലിലോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പാണ് അഹരോൻ മരിച്ചു, മിരിയാം മരിച്ചു, പിന്നെ മോശ മരിച്ചു. ദൈവം അടക്കി യോശുവയുടെ നേതൃത്വത്തിൽ ഇവര് ഈ യോർദാൻ കടന്ന് മറകര കയറി അങ്ങനെ ദേശം വെട്ടിപ്പിടിച്ചു. എരികോ കോട്ട പിടിച്ചടക്കി, ഹായി പട്ടണം പിടിച്ചടക്കി, ഗിബയോൻ പട്ടണം നേടി. പിന്നെ അവർ മുമ്പോട്ട് കയറി കനാൻ നാട് ചീട്ടിട്ട് പകത്ത് ഭാഗിച്ച് ഓരോരുത്തർക്കും കൊടുത്തു. പിന്നീട് ഇവര് ശീലോവിൽ കൊണ്ട് സമാഗമന കൂടാരം നിർത്തി. ഇവര് ന്യായാധിപന്മാരെ ദൈവം കൊടുത്തു. ശങ്കർ, ഒക്കനിയാല്, ഇടങ്കൻ, ഏഹൂദ്, പിന്നെ ദബോര, ബാരാക്ക്, ഗിദ്യോൻ, ഇഫ്താഖ്, ബാരാക്ക്, ശിംശോൻ. ഇവര് സമയം പോരാതായ പുറായലകനക്കാരൻ പറഞ്ഞിരിക്കുന്നത് എനിക്കും സമയം പോരാ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവരെയൊക്കെ കൊടുത്തു. ഒടുവിൽ ശാമവേലാദിയായ പ്രവാചകനെയും കൂടെ ദൈവം കൊടുത്തു. ഇസ്രായേലിന്റെ രാജാവിന് വേണ്ടി ഇവര് ശപിച്ചു. ദൈവം ഒരു രാജാവിനെ കൊടുത്തു. നല്ല മനസ്സോടെ കൊടുത്തതല്ല, കോപത്തിൽ കൊടുത്താണ്. സന്തോഷത്തോടൊന്നും കൊടുത്തതല്ല, കോപത്തിനർത്ഥം കൊടുത്തപ്പോ നല്ലതിനെയാണ് കൊടുത്തത്. ആ ദൈവത്തിന് അങ്ങനെ ചില വിശേഷങ്ങളുണ്ട്. എന്റെ മാറ്റം പറഞ്ഞ മുടിയാനാ കൊടുത്തെങ്കിൽ നല്ലതന്നെയാണ്. ഇസ്രായേൽ പുരുഷന്മാരെ ഇറക്കി നിർത്തിയാൽ തോൽപ്പൊക്കമുള്ള ഒരുത്തൻ അല്ല ഞൊട്ടിഞ്ഞൊടിച്ചു കഴിഞ്ഞാൽ കൊടുത്തത് കുറ്റോളം പറഞ്ഞെടുത്തനെ. പക്ഷെ അവൻ ഗുണമായില്ല. ശേഷമായിട്ട് ദാവീദിനെ ദൈവം രാജാവാക്കി. ദാവീദിന്റെ കാലത്താണ് കാര്യങ്ങൾക്കെല്ലാം ഓർഡർ ഉണ്ടാകുന്നത്. ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. ഇവിടെ നമ്മൾ കുറുവാക്യം എന്നൊന്ന് പറഞ്ഞങ്ങ് നിർത്താം. കുറുവാക്യം മാറ്റിട്ട് ദാവീദ് മഗനീമിലെത്തി എന്നാണ്. എന്തുകൊണ്ടാണ് ദാവീദ് മഗനീമിലെത്താനുള്ള കാരണം? വേദപുസ്തകം പഠിപ്പിക്കുന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഇതൊക്കെ തിട്ടമാണ്. ദാവീദ് മഗനീമിലെത്താൻ ഒറ്റ വാക്കി പറഞ്ഞാൽ അബ്ശാലോമിന്റെ മത്സരമാണ്. എന്താ അബ്ശാലോമിന്റെ മത്സരം? സ്വപുത്രന്റെ മത്സരം. അബ്ശാലോമിന്റെ മത്സരം അധികാരം കിട്ടണം, കസേര. അപ്പനാകുന്ന ദാവീദിനോട് കസേര ചോദിച്ചാൽ ദാവീദ് കൊടുക്കത്തില്ല. അത് വിദ്വേഷം ഉണ്ടായിട്ടല്ല, അഭിഷേകം ഉണ്ടായിട്ടില്ല. ഇസ്രായേലിൽ ഒരുവൻ രാജാവാകണമെങ്കിൽ അഭിഷേകതയിലും വീണിരിക്കണം. അതായത് അതിന് ക്രമമുണ്ട്, വിധമുണ്ട്, ചട്ടമുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കരുത്. ഇതൊക്കെ ഉണ്ടാക്കിയാൽ അവനെ ഛേദിച്ച് കളയണമെന്നാണ്. അത് തൈലക്കാരന്റെ വിദ്യപ്രകാരം, ആലയത്തിന്റെ തൂക്കപ്രകാരം വിവരിക്കുന്നില്ല. അപ്പോൾ അഭിഷേകം രാജ്യത്വം ചോദിച്ചാൽ ദാവീദ് കൊടുക്കത്തില്ല. വിദ്വേഷം ഉണ്ടായിട്ടല്ല, അഭിഷേകമില്ലാനില്ല. അഭിഷേകമില്ല ഇല്ലെങ്കിൽ കൊടുക്കരുത്. അതാ ഇതിന്റെ വ്യവസ്ഥയാണ്. അപ്പൊ ഇവന് സൂത്രത്തിൽ സ്ഥാനം കിട്ടണം. നിങ്ങള് ആത്മീയ ലോകത്തൊക്കെ ചിന്തിച്ച് സ്ഥാനം കിട്ടാൻ എന്തെല്ലാം സൂത്രമാണ് ഒപ്പിക്കുന്നത്. ജാതിന് മുന്നേ ഒരു കസേര, അയ്യോ ഇതെല്ലാം നാശോപ്പിച്ചു കൊണ്ടില്ല. നാളെ പറഞ്ഞ കാശ് വീശുകാരാണ് കസേര കിട്ടാൻ. ദൈവത്തിന് മഹത്വം. സൂത്രത്തിലൊന്നും നേടിയെടുക്കരുത്. ചതിച്ചും വഞ്ചിച്ചും തന്ത്രമുണ്ടാക്കി കൂട്ടുസഹോദരനെ തകർത്തും ആക്ഷേപിച്ചും അപമാനം പറഞ്ഞും ചെളിവാരി എറിഞ്ഞും ഓരോരാത്തൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഒന്നും കസേര മേടിക്കരുത്. മേടിച്ചാൽ നിനക്കും ചുവം വരികയല്ല, നിന്റെ തന്തതിക്കും ചുവം വരികയല്ല. അത് പറഞ്ഞപ്പോ ഉണർവെല്ലാം പോയി. എനിക്കറിയാൻ പോകുമെന്ന് അന്ന് അമ്മൂച്ചൊക്കെ നിന്ന്. ദൈവത്തിന് ഭക്തം. സൂത്രത്തിലൊന്നും നേടിയെടുക്കൽ. ഞാൻ എന്നോടും കൂടാ പറയുന്നത്, ദൈവം നിന്നെ ഒരു സ്ഥാനത്താക്കും. സമയമാകുമ്പോൾ ദൈവം നിന്നെ ഒരു സ്ഥാനത്ത് കൊണ്ടുവരും. തന്ത്രങ്ങളും സൂത്രങ്ങളും വരുന്ന ഒന്നും എടുക്കരുതെന്ന് ഇടയ്ക്ക് പറയാം. അക്ഷരം സൂത്രത്തിന് രാജാവായി. സൂത്രത്തിന് രാജാവായതിന്റെ ഗതി നമുക്കറിയാം. എന്താ? ദാവീദ് ജനം പറഞ്ഞൊരു പദമുണ്ട്, നമുക്ക് രാജാവായി നാം തെരഞ്ഞെടുത്ത അബ്ശാലോം പടകിൽ പട്ടുപോയെന്ന. അങ്ങനെ എഴുതിയിരിക്കുന്നത് നമുക്ക് രാജാവായി 19-ന്റെ 10 തോന്നുന്നു. ഒന്ന് വായിച്ചേക്കാന്ന് തോന്നുന്നു. 19-ന്റെ 10 നമുക്ക് രാജാവായി നാം അഭിഷേകം നമുക്ക് രാജാവായി
നാം അഭിഷേകം ചെയ്യും. നമ്മളാണോ അഭിഷേകം ചെയ്യേണ്ടത്? അല്ലല്ല, ഇത് അത്ഭുതങ്ങളോടെ പ്രാപിച്ച അഭിഷിക്തൻ തന്നെ വേണം അഭിഷേകം ചെയ്യാൻ. ശമൂവേലിനോട് പറഞ്ഞു, നീ തൈലം കൊമ്പി തൈലം നിറച്ച് ബേത്ലഹേമിനായ ഇശ്ശായിയുടെ വീട്ടിലോട്ട് ഒന്ന് പോകണം. അവൻ ചോദിച്ചു, അയന അതൊരു ശുശ്രൂഷയുണ്ട്, അയന അവിടെ ഒരുത്തനെ ഞാൻ രാജാവായിട്ട്. എന്നാലും ശമൂവേൽ മനുഷ്യനല്ലേ, ശമൂവേൽ പറഞ്ഞു ഞാനും പോകുമായിരുന്നു. അതിനാന്ന് ചോദിച്ചാൽ ഓൾറെഡി ഇപ്പോൾ ഒരു രാജാവുണ്ട്, തിരുമേനി. ഏത് തിരുമേനി? തിരുമേനി, മാമാടി തിരുമേനിയുടെ കാര്യമല്ല പറഞ്ഞു. ഉടനെ അന്വേഷിക്കണം നോക്കാൻ. പാമ്പാടി തിരുമേനിയുടെ കാര്യം അല്ല ഞാൻ പറഞ്ഞു. ശൗലി തിരുമേനി ആളിങ്ങനെ താടിയും കൂടിയും മടിക്കാട്ടി തിരുമേനി ഇങ്ങനെ. ശൗലി തിരുമേനി അവ ശൗലി പറഞ്ഞു ഞാനൊന്നും പോകത്തില്ല. അയില്ല, യോ തിരുമേനി അവിടെ. അന്നേരം അവിടെ വേണ്ട, തിരുമേനി ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളു, ഭൂതമാടാ. പുള്ളി ഇങ്ങനെ ഇരിക്കുന്നത് നല്ല ഭൂതമാണ്. അവൻ ചോദിച്ചാൽ യോ ഭൂതമാ, പുള്ളിക്ക് ഭൂതം കയറുമ്പോൾ നൊരയും പതയും ചാടുമോ? ഭൂതം കയറുമ്പോൾ അവിടെ ഒരു മാറ്റമുണ്ട്. പുള്ളി തിരുമേനി അരമനയ്ക്കകത്ത് ഉറഞ്ഞു പറഞ്ഞെന്ന്. അങ്ങനെ ഒരു മാറ്റമുണ്ട്. അരമനയ്ക്കകത്ത് നിങ്ങൾ എടുത്തവരെന്ന് വായിച്ചു ഉറഞ്ഞു പറഞ്ഞെന്നാ. അയ്യോ, ഞാൻ റെഫറൻസ് അങ്ങ് മറന്നുപോയി. എടുത്തവരെ വായിച്ചു ഉറഞ്ഞു പറഞ്ഞെന്നല്ലേ. ഞാൻ ആ റെഫറൻസ് അങ്ങ് മറന്നുപോയി. ദൈവദാസന്മാരത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു വാക്യമുണ്ട്, മുറഞ്ഞു പറഞ്ഞു. നിങ്ങൾ കണ്ടെങ്കിൽ നിന്ന് വാങ്ങിച്ച് സഹായിക്കും. അരമനയ്ക്കകത്ത് അങ്ങനെ എടുത്തവരൊന്ന് വായിച്ചു. ഞാൻ റെഫറൻസ് അങ്ങ് നടന്നുപോയി. എടുത്തവർ പിന്നെ വായിച്ചാൽ മതി. അരമനയ്ക്കകത്ത് പുള്ളി ഉറങ്ങി പറഞ്ഞതെന്നാണെന്നും വിശദീകരിച്ചെടുത്തിട്ടില്ലെങ്കിലും അനാവശ്യം പറയാനാ സാധ്യത ഇല്ലേ? അനാവശ്യം പറയാനാ. ചില കൗൺസിലൊക്കെ കൂടുമ്പോൾ എന്തെല്ലാം അനാവശ്യമാണ് പറയാനെന്ന് അറിയാം. ഇപ്പൊ പിന്നെ മിക്കടത്ത് AC ആയതുകൊണ്ട് കണ്ണു പൊട്ടുന്ന ആശ പറഞ്ഞാലും വെളിയിലുള്ളവര് സ്റ്റേജിൽ വിളിക്കുമ്പോൾ നന്നായിട്ട് പറയും. എത്രയാ ദൈവദാസനെ എനിക്ക് വലിയ ഉപകാരം. എത്രയും പിറ്റന്നാൾ ദൈവത്തിന്റെ പക്കൽ നിന്ന് ആത്മാവ് ശൗലിന്റെ മേൽ വന്നു. അവൻ അരമനയ്ക്കകത്ത് ഉറഞ്ഞു പറഞ്ഞു. ദൈവം അംഗീകരിക്കട്ടെ, എന്നെ സഹായിച്ചതിന് നന്ദി. ഇവര് പറഞ്ഞ അയാൾ ചുമ്മാ പറഞ്ഞാന്ന് പറഞ്ഞു. ആ കിടക്കാൻ കയറുമ്പോൾ അങ്ങനെ പലതും വിളിച്ച് പറയുമെന്ന് ഇവര് പറയും. അത് വായിച്ചതിന് നന്ദി. ദൈവം അംഗീകരിക്കട്ടെ, ദൈവത്തിന് മഹത്വം. അരമനയ്ക്കകത്ത് ഉറങ്ങി പറഞ്ഞത് നല്ല കാര്യമൊന്നുമല്ല പറഞ്ഞത്. സ്റ്റേജിൽ കയറുമ്പം നല്ല വകുപ്പൊക്കെ പറയും. കമ്മിറ്റി കൗൺസിലൊക്കെ കൂടുമ്പോൾ ഓരോന്നിന്റെ വായി നടക്കുന്നത് അവിടെ ഒരു കൈയടി ഏതോ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പുള്ളിയൊരടി പാസ്സാക്കി കറക്റ്റ് വേറൊന്നും പറയണ്ട. ദൈവത്തിന് മഹത്വം. ഉറഞ്ഞു പറയുക, ദൈവത്തിന് മഹത്വം. ഇവിടെ ഞങ്ങളുടെ അവിടെ ഒരു തള്ള വരുന്നുണ്ട്. എന്നോട് പറഞ്ഞ ഭാഷ എന്ത് ചെയ്താലും മസ്കാസ് ഗീതയുണ്ട്. ഞാൻ പറഞ്ഞ പറയാൻ നിങ്ങൾ മിണ്ടരുതില്ല, ഞാൻ പറയത്തില്ല, പക്ഷെ എന്തെങ്കിലും ഉണ്ടെന്ന് എന്നോട് പറഞ്ഞതാ. എന്റെ നല്ല മസ്കാസ് ചീത്ത കൊണ്ട് ഞാൻ നല്ല ഉണ്ട്. ഇല്ല, ഞാൻ പറയത്തില്ല, പക്ഷെ എന്തെങ്കിലും ഉണ്ട്. അതായത് ഈ ഇന്നും ക്രിയൊക്കെ കൂടുതൽ നല്ല നിരാണ്ടാവുകയാ, നീ പിന്നെ ആവശ്യമില്ലാത്തല്ല അങ്ങനെയൊക്കെ പറഞ്ഞു പോയ ആൾക്കാരുണ്ടെന്ന്. അപ്പച്ചാന്ന് വിളിക്കും അനാവശ്യം പറഞ്ഞിട്ട് പോയ അപ്പച്ചന്മാര്. വളരെ സൂക്ഷിച്ചു പോകണം. നമ്മളാരെയും നിരിക്കണ്ട. ഇതൊക്കെ കാണുമ്പോൾ ഞാനും നിങ്ങൾ ഒന്നുകൂടെ ക്രമീകരണം വരുത്തിക്കുവാണ്. അവ ശൗന്ദര്യോട് പറഞ്ഞു, നീ തൈലം നിറച്ച് ബേത്ലഹേമിനാകുന്ന ഇശ്ശായിയുടെ വീട്ടിലോട്ടൊന്ന് ചെല്ലണം. ഞാൻ അവിടെ ഒരുത്തനെ രാജാവായിട്ട് കണ്ടിട്ടുണ്ട്. ശമൂവേലും മനുഷ്യനായ യോവേലും പറഞ്ഞു, യോ എനിക്ക് പേടിയാ, അവിടെ തിരുമേനി ഇരിപ്പുണ്ട്. എഴുതിയിട്ടില്ലെങ്കിൽ പറ്റാ, തിരുമേനിക്ക് ഭൂതമാണ്, അതിന് ഒരേ പദം ചാടും. പിന്നെ ആ ദാവീദ് ചിന്ന
ഇങ്ങനെ വായിക്കുമ്പോൾ പുള്ളിക്ക് അല്പം ആശ്വാസം. അതാ പറഞ്ഞു ഇന്നത്തെ ലോകം കഴിഞ്ഞപ്പോൾ അല്പം ആശ്വാസം ഉണ്ടെന്ന്. സ്തോത്രം. അതുകൊണ്ട് നീ അങ്ങോട്ട് പോകാൻ പറഞ്ഞപ്പോൾ തൈലമൊക്കെ നിറച്ച് ഇശായിയുടെ വീട്ടിലോട്ട് ചെന്നപ്പോൾ ഇശായിക്കൊക്കെ നിന്റെ വരവ് ശുഭമാണോ? ഉടനെ ശമൂവേൽ പറയാ, ശുഭം തന്നെ, ശുഭം തന്നെ, നിന്റെ പിള്ളേരെ എല്ലാം ഇങ്ങോട്ട് ഇറങ്ങിക്കട്ടെ, ഒരുത്തരം ഞാൻ അഭിഷേകം ചെയ്യാൻ പോവാ. ഇശായിയുടെ ആദ്യത്തെ പിള്ളേർ 6 നിക്കല കലാവിളി പോലെ ഷമ്മയുണ്ട്, ഏലിയാവുണ്ട്, ക്ഷമയുണ്ട് എന്ന് പറഞ്ഞ മിടുക്കന്മാരെ. BTH, BD, MTH, റിസർച്ച്, പിന്നെ കുടുംബശ്രീ, പാലാമടം, പിന്നെ ഒത്തിരി ഉണ്ട്. പാടത്ത് നോക്കണം, പകലൂറ്റും പാവന്നിരിക്കട്ടെ. മകാരം മത്താച്ചൻ പറഞ്ഞ പോലെ, മകാരം മത്ത പറഞ്ഞ പാലമറ്റം, പാലാമ്പുണം, വാടത്തുമാമ്പുണം, പകലൂമറ്റും. ദൈവത്തിന് മഹത്വം. കുറ്റം പറഞ്ഞതല്ല, അത് വേറെ കാണും. വേറെ കാണത്തില്ലേ? പിന്നെ മാക്കേരും പാമ്പാടിയായിരുന്നില്ല. പിന്നെ മല പറഞ്ഞല്ല വെളിയിടുന്നത്. ദൈവത്തിന് മഹത്വം. കുറ്റം പറഞ്ഞതല്ല. കുടുംബശ്രേഷ്ഠത പറയാനുണ്ട്, വിദ്യാ നിപുണത പറയാനുണ്ട്, സാമ്പത്തിക ഭദ്രത, ഇതൊക്കെ നല്ല കാര്യം, അഭിനന്ദിക്കുന്നു. അപ്പോൾ പറഞ്ഞ് ഇറക്കി ഇങ്ങോട്ട് നിർത്താൻ ഓരോരുത്തർ വരിക. പട്ടാളക്കാരും ഉണ്ട്, ഇവരെല്ലാം നല്ല ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് വരിക. ഈ അപ്പൊ തമ്പുര മതി ടൈയും കോട്ടും മൂട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ ഈ ചൂടും പിടിച്ചിട്ടെല്ലാം കൂടെ കെട്ടി ഇരിക്കുന്നതാണ് എന്റെ വിരുദ്ധം. സൂട്ട് ചൗമേനോട് ദൈവം പറഞ്ഞു, ഇവരെല്ലാം സൂട്ടിന്റെ മച്ചേ ഉള്ളൂ, ഒത്തതക്രമം പോലും അറിയാനില്ല, സൂട്ടിന്റെ മച്ചേ ഉള്ളൂ. കല്യാണം നടക്കുന്ന പെണ്ണിനോട് പറയേണ്ടത് ചെറുക്കനോട് പറയും, ചെറുക്കനോട് പറയേണ്ടത്. പിന്നെ പെണ്ണും ചെറുക്കനെ നേരത്തെ മുതലേ പറഞ്ഞത് കൊണ്ട് അവര് പറയേണ്ടതെല്ലാം പറഞ്ഞേക്കാം. നമ്മളെ കളിപ്പിക്കാൻ നമ്മൾ നിൽക്കുക. അവര് പറയേണ്ടിടത്തെല്ലാം പറഞ്ഞു പോകേണ്ടത് പോലെയൊക്കെ എല്ലാവരുടെ കാര്യമല്ല. പോകേണ്ടിടത്തേക്ക് അവര് പോയി പറയേണ്ടത് പോലെല്ലാം പറഞ്ഞേച്ച് പിന്നെ അതുങ്ങളും ഇന്ന് പറയാൻ നിങ്ങളെ കളിപ്പിച്ചെന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ നമ്മൾ പറഞ്ഞ കൊടുക്കുമ്പോൾ എന്റെ ഉള്ളിൽ എന്തോ കുടിപ്പ് ഞങ്ങളുടെ സഭയുടെ അതെ കൊച്ചങ്ങളെ നേരെ തേമ്പാതിരിക്കാൻ ഞാനങ്ങ് അടങ്ങില്ല. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ സോട്ടും കൂട്ടുമൊക്കെ ഇട്ട് വന്നപ്പോ ദൈവത്തിന്റെ മഹത്വം. ശമവേലിനോട് മുഷക്ക് കൊള്ളത്തില്ല. ആരെണ്ണം ഇറങ്ങി അങ്ങോട്ട് വന്നപ്പോൾ ഇവനെ ഒന്നിനെയും കണ്ടിട്ടില്ല. ഒടുവിന് ശമവേൽ ചോദിക്കാൻ, ഇശായേ നിന്റെ പിള്ളേരെല്ലാം ആയോ? പറഞ്ഞ് എല്ലാരുമായി. പിന്നെ ഒരുത്തനുണ്ട്, അതാണ് അത് IPC ഒന്നുമല്ല. അവൻ IPC അല്ല, അസംബ്ലി സെക്രട്ടറിയും അല്ല. പുള്ളി എനിക്ക് ഹെൽപ്പ് ചെയ്തതാ. ഇവൻ IPC ചട്ടക്കോടും അസംബ്ലി കോഡും വന്നല്ല, ഇവന് ഓർഡിനേഷൻ കിട്ടിയതാണ്. ഓർഡിനേഷൻ മേടിച്ചവരുണ്ട്, കാശ് കൊടുത്ത് മേടിച്ചവരുണ്ട്. മേലാക്കന്മാർക്ക് അങ്ങോട്ട് കയറിയപ്പം ചാക്കോ തന്നെ പറയാൻ നിർത്തിയാക്കാം. അതുകൊണ്ട് ഞാൻ നിർത്തുക. ദൈവത്തിന് മഹത്വം. ഇവനെ ഒന്നും കണ്ടിട്ടില്ല, ഇവനെ ഒന്നും കണ്ടിട്ടില്ല. ഷാഹിന്റെ പിള്ളേരെല്ലാം ഒരുത്തനുണ്ട്. ആരാ? അവന് BTH BD ഒന്നുമില്ല, ഓർഡിനേഷൻ ഒന്നും കിട്ടിയതില്ല. അവനെ സ്വമേധാവേലക്കാരൻ. രാവിലെ 2 ലഘുലേഖ ഒരു സംഖ്യയായിട്ട് ഇറങ്ങും. പൈപ്പിൽ നിന്ന് ചിലപ്പോൾ വെള്ളം കുടിക്കും. വലിയ മെച്ചോമേന്ദ്രൊന്നും പറയാറില്ല. അവനെ ആരും ഗൗനിക്കത്തില്ല. സെൻട്രൽ കൺവെൻഷൻ പോലും പ്രാർത്ഥിക്കാൻ പോലും അവൻ സമയം. ഇപ്പൊ കാശ് കൊടുത്താൽ പ്രസംഗിക്കാൻ വരെ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കൊന്നും അറിയാൻ പറ്റില്ല. നിങ്ങളെല്ലാം ക്ഷീണെന്ന് വന്നതാ. പുള്ളി പറയുന്നത് ഇരിക്കുന്നതിന് 2 ലക്ഷം 5 ലക്ഷം ഒക്കെയാണ്. പുള്ളിക്ക് കൃത്യം അറിയാമല്ലോ. ദൈവത്തിന് മഹത്വം. ഞാനൊരു കാര്യം പറയാം. കാശ് കൊടുത്തും
സ്വാധീനം ചെലുത്തി, ബന്ധം ചെലുത്തി, സ്വാധീനം ചെലുത്തിയൊക്കെ നേടാം, നിലനിൽക്കത്തില്ല. അധിക നാള് നിലനിൽക്കത്തില്ല. നിന്റെ മേൽ അഭിഷേകതകിലം വീഴണം. നിന്റെ മേൽ അഭിഷേകതകിലം വീണാൽ ആരൊക്കെ എതിർത്ത് വന്നാലും ആരൊക്കെ വിരോധമായി നിന്നാലും ഒരായുധവും നിനക്ക് ഫലിക്കത്തില്ല. നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. അനുഭവിക്കുന്ന ദൈവത്തിന് ദൈവത്തിന് അടുത്ത കൊടുക്കും. എല്ലാവരും വരുന്ന സ്വമേധാവി എടുക്കാൻ അവരെ മോശം ആടിന്റെ കൂടെ പെർഫ്യൂം ഒന്നും അത്ര നല്ലത് മോശം ചൗരിയിൽ പറഞ്ഞ അവൻ വന്നിട്ടല്ലാതെ ഞാൻ പറഞ്ഞിരിക്കുകയാണ്. ദൈവമേ ഉള്ളവനും ഉണ്ടെന്ന്, ഞാനിപ്പോ നിറവുള്ളവൻ ഉണ്ടെന്ന്, നിന്നെ കാണുന്നത് ദൈവം ഉണ്ടെന്ന്. കേന്ദ്രം നിന്നെ കണ്ടെന്ന് വരികയില്ല, സെന്റർ കണ്ടെന്ന് വരികയില്ല, ലോകസഭ കണ്ടെന്ന് വരികയില്ല, ശുശ്രൂഷകരെ കണ്ടെന്ന് വരികയില്ല. നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. സമയമാണ് ഇപ്പൊ ഈ കാട്ടിലായിരിക്കും. സമയമാകുമ്പോൾ നിന്നെ രംഗത്ത് കൊണ്ടുവരും. സൂത്രമെന്നോ ഒപ്പിക്കണ്ട, മുട്ടാനിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. സമയമാകുമ്പോൾ ദൈവം രംഗത്ത് കൊണ്ടുവരും. ഞാൻ വിവരിക്കുന്നില്ല, അടങ്ങില്ല. ഒരുത്തൻ എന്ന് പറഞ്ഞു, എടാ ദാവീദ് പെട്ടെന്ന് വീട്ടിലോട്ട് വരാം. നിങ്ങളുടെ വീട്ടിൽ യോഗം നടക്കുന്നു. ഇതോട് ഞാൻ രാവിലെ പോന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാൻ നിന്നോട് പറയാത്ത വേറെ യോഗമായിരുന്നു. സങ്കീർത്തനത്തിന് പുള്ളി പറഞ്ഞ എന്നെ അപ്പനും അമ്മയായിട്ട് എന്നെ പിന്നെ അപ്പൊ എന്നെ അങ്ങനെ സാധാരണ അവർ വിളിക്കാറില്ല. എന്നെ ഇത്ര വന്ന് ഉപദേശിച്ചിട്ട് ഗുണമുള്ളതാണ്. അയാൾ പറഞ്ഞു, നീ വരാതെ പുള്ളി പറഞ്ഞില്ലേ, പുള്ളി കൊമ്പം വിളിച്ചോണ്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. നീ വരാനായിരിക്കുകയല്ലേ. അത് ചോദിച്ചു, അങ്ങനെ പറഞ്ഞോ? ഇവിടെ പറഞ്ഞിടാ, അല്ല അങ്ങനെ പറയാൻ സാധ്യത അല്ലടാ, ഉണ്ടടാ, ഗുണമുള്ളവനുണ്ട്. അയാൾ കൊമ്പ് പിടിച്ച് നിൽക്കുക, നീ അല്ലാതെ പന്തിക്കിരിക്കുകയല്ല. എന്റെ ഭാഷ ഒരു വടിയും ഒരു കോലും ആ സഞ്ചിയും സഞ്ചിക്കകത്ത് കല്ലുമൊക്കെ ആണല്ലോ അങ്ങോട്ട് യുദ്ധത്തിന് നല്ല ഇടയുന്ന കൈലോട്ട് കൊടുത്തേച്ച് എന്റെ ഭാവന ഒരു പാട്ടിന്റെ ഈരടിയൊക്കെ പാടി പയ്യ സ്തോത്രം വീട്ടിലോട്ട് വരിക. അപ്പൊ ഒരു പാട്ട് ഏതാണ്? നല്ലിടയനെ യുദ്ധനേക്കുള്ള ജനങ്ങൾ സ്നേഹമേ, നല്ലിടയനെ യുദ്ധനേക്കുള്ള ജനങ്ങൾ സ്നേഹമേ, സ്നേഹമേ, നല്ലിടയനാട്ടുകാൻ ജീവനയിൽ നൽകുന്ന സ്നേഹമേ, സ്നേഹമേ, നല്ലിടയനാട്ടുകാൻ ജീവനയിൽ നൽകുന്ന സ്നേഹമേ, സ്നേഹമേ.
ആ ബാക്കി ഉറവച്ച പറയാൻ അമാനിച്ച പറയാൻ 24-ാം തീയതി അല്ലേ? 24 എന്നാൽ ഇന്നാട് പറഞ്ഞതിന്റെ ബാക്കിയോടെ പറയാൻ കിടക്കും. ആ രണ്ടുകൂടെ ചേർത്ത് പറയാം. ദൈവത്തിന് മഹത്വം. അവിടെ ഉണ്ടോ 22? എന്നാ അവിടെ ഇത് അവിടെ വേണം പറയാം. സാമ്പരാമല്ല. ദൈവത്തിന് മഹത്വം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒത്തിരി നന്ദി. വളരെ സന്തോഷത്തോടെ എന്നെ ക്ഷണിച്ചതിന് നന്ദി. അപേക്ഷിക്കുക. ദൈവത്തിന്റെ മഹാകൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇനിയും നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന ആവശ്യമാണ്. നിങ്ങൾ ഓർക്കുന്ന എളിയവനെയും കുടുംബത്തെയും ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അമ്മമാരോടെല്ലാം അപേക്ഷിക്കുക. എല്ലാവരോടും പ്രാർത്ഥിക്കണേ. ഒരു ഇന്ന് എടുത്ത ഭാഗത്ത് 1-2 പദം ഇത്രയേ ഉള്ളൂ. ഒന്ന്, പകർന്ന തൈലം പോലൊരു നാമം, ഒരേ ഒരു ദൈവം, അത് നസറേയനാകുന്ന യേശു. ദൈവത്തിന് മഹത്വം. 3, ശത്രുവിന്റെ കയ്യിൽ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. 4, സ്തോത്രം, ആരാധിക്കുന്നതിനു വേണ്ടി യുദ്ധം ചെയ്യുന്നതിന് ദൈവമുണ്ട്. 5, സൂത്രത്തിൽ ഒരു അധികാരമൊന്നും നീ കൈയെടുക്കരുത്. സമയമാകുമ്പോൾ ദൈവം നിന്നെ രംഗത്ത് കൊണ്ടുവരും. ഇന്ന് പ്രസംഗിച്ചതിന്റെ പാഠമില്ല. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാതെ നമുക്ക് ആ പാട്ടിന്റെ ഈരടി പാടി ഇന്ന് രാത്രി അങ്ങ് പിരിക. എല്ലാവരും കൈകളടിച്ച് ചേർന്ന് പാടി വേണം. ഇരുന്നുകൊണ്ടെന്ന് പാടിയാൽ
ഒരു മിനിറ്റ് എഴുന്നേറ്റിരിക്കാം. തീരെ ക്ഷീണമിരിക്കുന്ന അല്ലാത്ത ഓരോ നിമിഷം എഴുന്നേറ്റ് പോകരുത്. രണ്ട് കാര്യങ്ങൾ നോക്കുന്നെങ്കിൽ നിരീക്ഷി ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. നിങ്ങൾ